അപ്പോൾ അതാണ് എറണാകുളം സിറ്റി. അവിടെ നിന്ന് റോറോ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഹോസ്പിറ്റൽ മാൾ ഈ ഭാഗത്താണല്ലോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് എറണാകുളം സിറ്റി. അങ്ങോട്ട് ഇപ്പോഴത്തെ അവിടെ തരങ്കണി ഫ്ലാറ്റൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് വെക്കണത് മറൈൻ ഡ്രൈവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഷിപ്പൊക്കെ ഉണ്ട്, വലിയ ഷിപ്പുകളൊക്കെ ഉണ്ട്. ഷിപ്പ് യാർഡാണ് ഭാഗത്ത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ സ്കിൻ ബോൾ എവിടെ ഇത് റോറോ സർവീസ് അങ്ങോട്ടാണ്. അപ്പോൾ എറണാകുളം നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് മനോഹരമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയാണ് കാണുന്നത്, എറണാകുളം നഗരം. കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഭാഗത്തേക്കൊക്കെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. കൊച്ചിയുടെ അർത്ഥം ലൈറ്റ് ഇത്രേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അകത്തേക്ക് അപ്പുറത്തേക്കുണ്ട് കുറച്ച്. ഞങ്ങളായാലും ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കിയാണ് വന്നത്. ഇനിയിപ്പോൾ ആ ഭാഗത്തേക്കാണെന്ന് തോന്നുന്നത്. അവിടെയും റോറോ സർവീസ് അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഇത് പഴയ ട്രൈഡൻറ്റ് ഹോട്ടലാണ്. ഇപ്പം അതിൻ്റെ പേര് മാറ്റി. ഞങ്ങളിവിടെ ഒരുപാട് ലാംപ് ഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 വർഷം, 30 ഒരു 25 വർഷത്തിന് മുകളിലായിട്ട്. എന്തായാലും 25 വർഷത്തിന് മുകളിൽ ആയിട്ടുണ്ടാവും ഇവിടെ ഞങ്ങൾ ലാംപ് ഷെയ്ഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അവരുടെ റീകണ്ടീഷൻ തരുമായിരുന്നു. ഇപ്പോൾ വേറെ കമ്പനി ഏറ്റെടുത്തോടി ഇപ്പോൾ വന്നില്ല. അവർ ചിലപ്പോൾ ലാംപ് ഷെയ്ഡൊക്കെ മാറാൻ ആക്കിയിട്ടുണ്ടാവാം. അല്ല, ഇനിയിപ്പോൾ കിട്ടിയിട്ടും കാര്യമുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് പേര്, ദി അപ്പോൾ ഞാനും കുഞ്ഞുമണിയും ഒരുപാട് ലാംപ് ഷെയ്ഡുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് പ്ലീറ്റ് ഷെയ്ഡാണ്, പ്രത്യേക ടൈപ്പ് പ്ലീറ്റ് ഷെയ്ഡാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. ഞങ്ങൾ മാത്രമേ അത് ചെയ്യുള്ളൂ. പിന്നെയുള്ള ഹിന്ദിക്കാരാണ്, അവരെ അതുകൊണ്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കും. ദിവാനിയ ഫർണിഷിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ സ്ഥാപനമുണ്ട്, അവർ വഴിയാണ് വന്നത്. അത്യാവശ്യം പൈസ കിട്ടുമായിരുന്നു ഇതിന്, പ്ലീറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ വന്നില്ല, വേറെ കമ്പനി ഏറ്റെടുത്തോടെ അത് പോയി. ഇനി കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളതാണ്. ഐലൻഡിലാണത്. ഓക്കെ, ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഫോർട്ട് കൊച്ചി തപ്പി അടയ്ക്കാണ്. കാരണം ഞങ്ങൾക്ക് വഴി തെറ്റി. കാരണം ഞങ്ങൾ പോയി റോറോ സർവീസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ അല്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്, അങ്ങോട്ടാണോന്നറിയില്ല. ഫോർട്ട് കൊച്ചി പോയി നോക്കാം. അപ്പോൾ ഇത് മട്ടാഞ്ചേരി വാർഫിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, അവിടെ ഒരു 15 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് അവിടെ പാലുണ്ടെന്ന് പറഞ്ഞത്. അത് കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോകണം, 15 കിലോമീറ്റർ പോകണം ഫോർട്ട് കൊച്ചിയിലേക്ക്. നേരത്തെ കണ്ട പോലെ ഒരു തമിഴ് ഫാമിലിയാണ് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ വിഷയമൊന്നുമല്ല, അവരിങ്ങനെ മണ്ണിലും തറയിലൊക്കെ ഇരുന്ന് കഴിച്ചോളും, വിഷയമൊന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കട്ടെ, വീണ്ടും കണ്ട് വേറൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ പതിയെ ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പില്ല. അങ്ങനെ ചെറിയ ട്രിപ്പാണ്, വലിയ ട്രിപ്പൊന്നുമല്ല, നിസ്സാര ട്രിപ്പാണ്. അല്ല, അവർ ഭക്ഷണം കഴിക്കട്ടെ. അത് വീട്ടിൽ നിന്ന് ചാപ്പാട് തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കണം എല്ലാവരും.
ടൂറാണ് തമിഴ്നാട്. ഓക്കെ, അവർ കഴിക്കട്ടെ. നമുക്ക് ഫോട്ടോ വെച്ച് ലക്ഷ്യമാക്കി നീങ്ങാം. ഇത് വേറൊരു തമിഴ് ട്രിപ്പ്. തമിഴ്നാട്ടുകാർ ഒരുപാട് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് ഒരുപാട് പേര് ഇറങ്ങി. അപ്പോൾ അവരും ഭക്ഷണം കഴിക്കണം. ഉച്ചഭക്ഷണം സാപ്പാട് അവർ കഴിക്കട്ടെ. TN21 ആണ്. അവർ ബസ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കളർ ബസ്സൊന്നും പറ്റില്ല. അപ്പം ഇനി കുറേ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈ വഴി തന്നെ വന്നത്. ഇനി ഒരുപാട് മുന്നോട്ട് പോകണം. 15 കിലോമീറ്റർ കൂടി കഴിയണം. കുഴപ്പമില്ല, എന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ചില സിനിമകളിലൊക്കെ കാണുന്ന സ്റ്റണ്ട് രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഗോഡൗൺ സിമെൻറ്റ് ഗോഡൗണാണ്. വാർപ്പിൽ വരുന്ന സിമെൻറ്റും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കും. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് അവിടെ വെച്ച് കാണാം. ഓക്കെ, അവിടെ എത്തട്ടെ, എന്നിട്ട് പറയാം ബാക്കി വിശേഷം. ഇപ്പോൾ ഹാർബർ പാലം കടന്ന് മുന്നോട്ട് പോകണം. പോവാം. അവനെ കിട്ടിയതിനെ കൊണ്ട് ഇതിങ്ങനെ ഷിപ്പ് വരുമ്പോൾ ഉയർത്തുന്ന പാലം. ഇതും പഴയ കാലത്തൊരു പാലം. നമ്മൾ നേരത്തെ പോയത് അങ്ങോട്ടാണ്. അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ഭാഗം, അവിടെ അതിൻ്റെ നടുക്കുള്ള ഭാഗം ഉയർത്താൻ പറ്റും. പണത്തിൻ്റെ സെൻറ്റർ ഉയർത്താം. പഴയ കാലത്തെ സാധനമാണ്. മുമ്പ് അവിടെ ഒരു തടിയായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റി കോൺക്രീറ്റ് ആക്കിയെന്നാണ്. ഉയർത്തുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ഒരു കാലം വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്തരം ഭാഗം ഞങ്ങളുടെ ഈ തറയിൽ തടിയായിരുന്നു. അത് ഉയർത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ മാറ്റി, സിസ്റ്റമൊക്കെ മാറ്റി. അപ്പോൾ ഫോർട്ട് കൊച്ചി ഏരിയയിലേക്ക് കവർ ചെയ്യണം. അതിന് പോകുകയാണെങ്കിൽ അതേപോലെ പാലത്തിൻ്റെ ഒടുക്കത്തെ സ്പീഡിലാണ് എല്ലാ കാര്യമുണ്ട്. ചില അവന്മാരുണ്ട് സൈക്കിളുകാർക്കൊന്നും ഒരു മര്യാദയും കൊടുക്കുക. ഈ ചവിട്ടിയാൽ പോകണമെന്നുള്ള മനസ്സിലാക്കണ്ടേ. അധ്വാനമാണ്, അല്ലാതെ കാലിങ്ങനെ തൊടും പെരുവരലുകൊണ്ട് തുടങ്ങുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ല. അതാണോ ഓണടിയാ ചുമ്മാ പോലെ ചുമ്മാ കയറാണ് ഞങ്ങൾ കുത്തി. അപ്പോൾ നമ്മൾ വേറെ സ്ഥലം